നമസ്കാരം. VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. KSU ജില്ലാ പ്രസിഡന്റ് നിയാസ് കുരപ്പിള്ളിക്ക് SFI പ്രവർത്തകരുടെ മർദ്ദനം. വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയ പ്രതികളുമായി KSU പ്രവർത്തകർ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ ഏറ്റുമുട്ടി. തൊടുപുഴ നഗരസഭയുടെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് ഫെബ്രുവരി 22-ന് തുടക്കം കുറിക്കും. ആഘോഷ സമ്മേളനം മന്ത്രി മഞ്ഞളം കുഴിയാലി ഉദ്ഘാടനം ചെയ്യും. ജീവിതശൈലി രോഗ നിയന്ത്രണം പുകയില വിമുക്ത സ്കൂൾ എന്ന വിഷയത്തിൽ കരിമണ്ണൂരിൽ ബ്ലോക്ക് തല സെമിനാർ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ജോളി ഉദ്ഘാടനം നിർവഹിച്ചു. വെങ്ങല്ലൂർ കോലാനി ജംഗ്ഷനുകളിലും വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസ് മണക്കാട് റോഡുമായി ചേർന്ന ജംഗ്ഷനിലും ട്രാഫിക് സംവിധാനം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് DYFI പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. വേനൽ കത്തിക്കാളുമ്പോൾ തൊടുപുഴയുടെ വിവിധ പ്രദേശങ്ങളിൽ തീപിടുത്തം. എല്ലാ സ്ഥലങ്ങളിലും അഗ്നിശമന സേന വിഭാഗവും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാതാ പള്ളിയിൽ ഡിവൈൻ പോട്ട ടീമിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിശ്വാസവർഷ കൺവെൻഷനിൽ റവറന്റ് ഫാദർ ജോസഫ് എടാട്ട് വചന പ്രഘോഷണം നടത്തി. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. KSU ഇടുക്കി ജില്ലാ പ്രസിഡന്റ് നിയാസ് കുരപ്പിള്ളിയെ വളഞ്ഞിട്ട് തല്ലി. ബുധനാഴ്ച രാത്രി മങ്ങാട്ടുകവലയിലാണ് സംഭവം. കാറുകളിലായി എത്തിയ സംഘമാണ് അക്രമം നടത്തിയത്. തടയാനെത്തിയ ഹോട്ടൽ തൊഴിലാളികൾക്കും പരിക്കേറ്റു. നാട്ടുകാർ എതിർത്തതോടെയാണ് സംഘം മടങ്ങിയത്. ഇവർ എത്തിയ ഒരു കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുട്ടം പോളിടെക്നിക്കിലുണ്ടായ അക്രമത്തെ തുടർന്നാണ് രാത്രിയിലെ ആക്രമണമെന്ന് കരുതുന്നു. പരിക്കേറ്റ നിയാസിനെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മർദ്ദനത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന KSU ജില്ലാ പ്രസിഡന്റ് നിയാസ് കുരപ്പിള്ളിയെ PT തോമസ് MP ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. അക്രമം നടത്തിയ ഗുണ്ടകളെ പോലീസ് ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ഈ ഗുണ്ടകളെ നിയന്ത്രിക്കാൻ CPM ജില്ലാ നേതൃത്വം തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. DCC പ്രസിഡന്റ് റോയ് കെ പോലോസ്, യൂത്ത് കോൺഗ്രസ് ലോക്സഭാ മണ്ഡലം പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്, ജിയോ മാത്യു, ജാഫർ ഖാൻ മുഹമ്മദ്, TL അക്ബർ എന്നിവരും MP-യോടൊപ്പം ഉണ്ടായിരുന്നു. തൊടുപുഴ പോളിടെക്നിക്കിലെ ഒരുപറ്റം വിദ്യാർത്ഥികളും DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റും SFI ജില്ലാ സെക്രട്ടറി അടക്കമുള്ള 10-60ഓളം ഗുണ്ടകൾ ചേർന്ന് മങ്ങാട്ടുകവല ജംഗ്ഷനിൽ വെച്ച് ഭീകരമായി മർദ്ദിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ഗുണ്ടകൾ കടന്നു വന്ന 3-4 വണ്ടികൾ, അതുപോലെ തന്നെ നിരവധി ഓട്ടോറിക്ഷകൾ, ബൈക്ക്. KSU ജില്ലാ പ്രസിഡന്റ് നിയാസ് കുരപ്പിള്ളിയെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് KSU നേതൃത്വത്തിൽ ജില്ലയിൽ പഠിപ്പ് മുടക്കി പ്രതിഷേധിച്ചു. ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ തൊടുപുഴയിൽ പഠിപ്പ് മുടക്കി പ്രകടനം നടത്തി. KSU ജില്ലാ പ്രസിഡന്റ് നിയാസ് കുരപ്പിള്ളിയെ മർദ്ദിച്ച പ്രതികൾ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കീഴടങ്ങി. SFI ജില്ലാ സെക്രട്ടറി ഫൈസൽ മുഹമ്മദ് ഉൾപ്പെടെ 6 പേരാണ് തൊടുപുഴ പോലീസിന് മുമ്പാകെ കീഴടങ്ങിയത്. KSU ജില്ലാ പ്രസിഡന്റ് നിയാസ് കുരപ്പിള്ളിയെ മർദ്ദിച്ച പ്രതികളെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ സംഘർഷം. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് SFI ജില്ലാ സെക്രട്ടറി അടക്കം 6 പേർ തൊടുപുഴ പോലീസിന് മുന്നിൽ കീഴടങ്ങിയത്. തുടർന്ന് പ്രതികളെ വൈദ്യപരിശോധനയ്ക്കായി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി പോലീസ് പ്രതികളുമായി എത്തിയപ്പോൾ ആശുപത്രിയിലുണ്ടായിരുന്ന KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതികളായ SFI പ്രവർത്തകരെ തടഞ്ഞു. തുടർന്ന് പ്രതികളുടെ ഒപ്പമുണ്ടായിരുന്ന SFI പ്രവർത്തകരും ഹോസ്പിറ്റലിലുണ്ടായിരുന്ന KSU പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. ഇതിനെ തുടർന്ന് താലൂക്ക് ആശുപത്രി പരിസരം ഏറെ നേരം സംഘർഷാവസ്ഥയിലായി. തുടർന്ന് തൊടുപുഴയിൽ നിന്നും കൂടുതൽ പോലീസ് സ്ഥലത്തെത്തിയതോടെയാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത്.
ജീവിതശൈലി രോഗനിയന്ത്രണം പുകയില വിമുക്ത സ്കൂൾ എന്ന വിഷയത്തിൽ കരിമണ്ണൂർ PHC ഓഡിറ്റോറിയത്തിൽ വെച്ച് ബ്ലോക്ക് തല സെമിനാർ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ജോളി ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറിപ്പോയി. അധ്വാനിക്കുന്നവർ കുറവാണ്. കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ പ്രവൃത്തി ചെയ്യുന്നവരാണ് അധികവും. അവർക്ക് രാവിലെ ഇത്തരം അഭ്യാസ മുറകളൊക്കെ ചെയ്യേണ്ടി വരുന്നു. ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ കൃത്യസമയത്ത് തന്നെ കണ്ടുപിടിക്കുകയും പ്രാരംഭഘട്ടത്തിൽ തന്നെ അതിന് പരിഹാരം കാണുകയും ചെയ്താൽ കുറേയൊക്കെ മാറ്റങ്ങൾ ആരോഗ്യരംഗത്ത് വരുത്തുവാൻ സാധിക്കും. അത്തരം പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ നമുക്ക് ചികിത്സാ രീതികളിലും പല മാറ്റങ്ങളും വരുത്തേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ചികിത്സാ സംവിധാനങ്ങൾ പാവപ്പെട്ടവന് മാത്രമേ. വൈസ് പ്രസിഡന്റ് പോൾ കുഴിപ്പള്ളിൽ അധ്യക്ഷത വഹിച്ചു. സെന്റ് ജോസഫ് HSS ഹെഡ്മാസ്റ്റർ ജോസഫ് ജോൺ, ഈപ്പൻ ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ അജയ് എബ്രഹാം, നിഷ സാബു എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഡോക്ടർ ചാൾസ് പി ജോൺ സ്വാഗതവും ജോൺസൺ മാത്യു നന്ദിയും പറഞ്ഞു. തോമസ് പി ജോസഫ്, ഷിബു വിനോദ് കുമാർ, പീറ്റർ കെ എബ്രഹാം, മായാദേവി, ഓമന കെ ഉതുപ്പ എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി. ഉപന്യാസ മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. NRHM പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെയും ജനമൈത്രി പോലീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് ഏകദിന ശില്പശാല നടത്തി. തൊടുപുഴ ജനമൈത്രി പോലീസ് ഹാളിൽ നടന്ന ശില്പശാല DYSP ആന്റണി തോമസ് ഉദ്ഘാടനം ചെയ്തു. രാജ്യങ്ങളിലൊക്കെ ഇതിന് നല്ലൊരു തുടക്കമിട്ട് അത് നമ്മുടെ ഇന്ത്യയിലേക്ക് വ്യാപിച്ച് അതിനൊരു കെയർ തരാനായിട്ട്, നമുക്കൊരു സ്വാതന്ത്ര്യം തരാനായിട്ട്, ശാരീരിക ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുകളും ഉള്ളപ്പോൾ അതിനൊരു വളരെ കെയർ നമുക്ക് തന്ന് നമുക്കൊരു സ്വാതന്ത്ര്യം തരുന്നതിന് ഉണ്ടായ ഒരു സംഘടനയാണ്. കാരണം ദിവസം ചെല്ലുന്നതോറും നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ പടർന്നു പിടിക്കുന്നതും രോഗം കൂടുതൽ കാണുന്നതും മരണം സംഭവിച്ചാൽ എന്താണ് ഇവിടെ കാരണം അന്വേഷിച്ചാൽ ആദ്യം കേൾക്കുന്നത് ക്യാൻസർ ആണെന്നുണ്ട്. അതോ ക്യാൻസർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ 4 മാസത്തെ അല്ലെ 5 മാസത്തെ 6 മാസത്തെ ട്രീറ്റ്മെന്റോടുകൂടി ആളും. CI സജി മാർക്കോസ് അധ്യക്ഷത വഹിച്ചു. ക്രൈംബ്രാഞ്ച് DYSP ബാലകൃഷ്ണൻ ചന്ദ്രൻ, പ്രൊഫസർ PG ഹരിദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. IAPC കേരള ചെയർമാൻ MG പ്രവീൺ, പാലിയേറ്റീവ് കെയർ ജില്ലാ കോർഡിനേറ്റർ സിജോ വിജയൻ, സ്റ്റേറ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മാത്യൂസ് നമ്പോലി, ഷീബ മാത്യു തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. ശില്പശാലയിൽ ജനമൈത്രി പാലിയേറ്റീവ് കെയറിന് രൂപം നൽകുവാനും തീരുമാനമായി. തൊടുപുഴ നഗരസഭയുടെ ജനകീയ കൗൺസിൽ അധികാരത്തിൽ വന്നിട്ട് 25 വർഷം തികയുന്ന രജത ജൂബിലി ആഘോഷങ്ങൾക്ക് ഫെബ്രുവരി 22-ന് തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ നഗരസഭയുടെ ജനകീയ കൗൺസിൽ അധികാരത്തിൽ വന്നിട്ട് 25 വർഷം പൂർത്തിയാകുകയാണ്. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 8-ാം തീയതിയാണ് 25 വർഷം പൂർത്തിയായത്. ഈ 22-ാം തീയതി രജത ജൂബിലി ആഘോഷ പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്. വലിയ ഒരു ഘോഷയാത്രയോടുകൂടിയാണ് തുടക്കം കുറിക്കുന്നത്. വൈകുന്നേരം 4 മണിക്ക് മങ്ങാട്ടുകവലയിൽ നിന്നും ഘോഷയാത്ര ആരംഭിച്ച് തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ വന്നു ചേർന്നതിന് ശേഷം കേരളത്തിൻ്റെ ജലവകുപ്പ് മന്ത്രി PJ ജോസഫ് സാറിൻ്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട നഗരകാര്യ വകുപ്പ് മന്ത്രി ആഘോഷങ്ങളുടെ ഭാഗമായി 22-ന് വൈകിട്ട് 3:30-ന് മങ്ങാട്ടുകവലിൽ നിന്നും ആയിരങ്ങൾ പങ്കെടുക്കുന്ന വമ്പിച്ച ഘോഷയാത്ര നടക്കും. മന്ത്രി PJ ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് നഗരകാര്യ വകുപ്പ് മന്ത്രി മഞ്ഞളം കുഴിയാലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. 1 വർഷത്തെ ആഘോഷ പരിപാടികൾക്കാണ് നഗരസഭ രൂപം കൊടുത്തിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, വൈസ് ചെയർപേഴ്സൺ സുബൈദ സെയ്ദ് മുഹമ്മദ്, AM ഖാരിദ്, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, ഷീജ ജയൻ, K ദീപക്, നൈസി കുര്യാക്കോസ്, TS രാജൻ എന്നിവർ പങ്കെടുത്തു. വെങ്ങല്ലൂർ കോലാനി ജംഗ്ഷനുകളിലും വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസ് മണക്കാട് റോഡുമായി ചേരുന്ന ജംഗ്ഷനിലും ട്രാഫിക് സംവിധാനം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് DYFI പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. CPIM തൊടുപുഴ ഏരിയ സെക്രട്ടറി VV മത്തായി ഉദ്ഘാടനം ചെയ്തു. PA സുധീർ, BP ദിലീപ് കുമാർ, KM സലാം, R പ്രശോക്, KK ഷിംനാസ് എന്നിവർ പ്രസംഗിച്ചു. ജീവനുകൾ
തൊടുപുഴ പ്രദേശ ഭവൻ സ്പെഷ്യൽ സ്കൂളിന്റെ 33ാമത് വാർഷികവും രക്ഷാകർതൃ ദിനവും നടത്തി. മുനിസിപ്പൽ വാർഡ് കൌൺസിലർ ജെസി ആന്റണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇടുക്കി DDE അനില ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. സാധാരണ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ മാതാപിതാക്കളിൽ കുറച്ച് വ്യത്യസ്തരാണ് ഈ ആനിവേഴ്സറിക്ക് പങ്കെടുക്കുന്ന മാതാപിതാക്കൾ. നമ്മുടെ ജില്ലയിൽ 9 സ്പെഷ്യൽ സ്കൂൾ 9 ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങളാണ് ഉള്ളത്. അതായത് വ്യത്യസ്തമായ കഴിവുകൾ പുലർത്തുന്ന കുട്ടികളെന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ എന്തെങ്കിലും പ്രയാസമുള്ള കുട്ടികളെ കുറിച്ച് പറയുന്നത്. അവർ വ്യത്യസ്തമായ ഒരു കഴിവുകൾ ഏതെങ്കിലും മേഖലകളിൽ പ്രകടിപ്പിക്കുന്നതുകൊണ്ടായിരിക്കാം ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്നത്. ഇതിൽ 8 സ്കൂളുകളും സ്പെഷ്യൽ സ്കൂളുകളാണ്. അതായത് മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള 8 സ്കൂളുകൾ നമ്മുടെ ജില്ലയിലുണ്ട്. മാനസികമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി 8 സ്കൂളുകളും, കണ്ണു കാണാൻ വയ്യാത്ത കുട്ടികൾക്ക് വേണ്ടി 1 സ്കൂളും, അങ്ങനെ 9 സ്കൂളുകളാണ് നമ്മുടെ ജില്ലയിലുള്ളത്. പീരുമേട് തോട്ടം മേഖല ഭീതിയുടെ നിഴലിലാണെന്നും തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും ഓൾ ഇന്ത്യ സിറ്റിസൺ വിജിലൻസ് കമ്മിറ്റി സംസ്ഥാന പ്രസിഡന്റ് വേണുഗോപാൽ മാധവൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ആ ഒരു എസ്റ്റേറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ്. ഏതാണ്ട് 100-200 കൊല്ലമായിട്ട് പരമ്പരാഗതമായിട്ട് ജീവിച്ചു വന്നിട്ടുള്ളവരാണ് ഇവരെല്ലാം. പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ പുതിയ ഈ പറയുന്ന ഒരു 2000-ന് മേളിൽ ഇങ്ങോട്ട് 97-ന് മേളിലോട്ട് ഇങ്ങോട്ട് പ്രതിസന്ധി ഒരുപാട് നേരിട്ട. പക്ഷെ ഇതിൽ നിങ്ങളുടെ എല്ലാവരുടെയും യൂണിയൻ നേതാക്കന്മാരുടെയും ഈ പറയുന്ന മന്ത്രിമാരുടെയും ഗവൺമെന്റ് ഇന്റലിജൻസ് എന്നുപോലുള്ള ഇവരെ പോലുള്ളവരെ പോലും കണ്ണിൽ മണ്ണിട്ടുകൊണ്ട് പോപ്സ് ഗ്രൂപ്പ് PF അധികൃതർ ചേർന്നുകൊണ്ട് ഏതാണ്ട് 900 കോടി രൂപയുടെ കറപ്ഷനാണ് നടന്നിരിക്കുന്നത്. ഗവൺമെന്റിലേക്ക് വരാനുള്ള ഏതാണ്ട് 90 അല്ലെങ്കിൽ 100 കോടിയോളം രൂപ നമ്മുടെ വേനൽ കത്തിക്കാളുമ്പോൾ തൊടുപുഴയുടെ വിവിധ പ്രദേശങ്ങളിൽ തീപിടുത്തം. എല്ലാ സ്ഥലങ്ങളിലും പെട്ടെന്ന് ഓടിയെത്തി അഗ്നിശമന സേന വിഭാഗവും നാട്ടുകാരും ചേർന്ന തീയണച്ചു. ശാസ്താംപാറ, മുരളിക്കവല, ആശാരിക്കുന്ന്, മീൻമുട്ടി, കലയന്താനി, ആലക്കോട് പഞ്ചായത്തിന് സമീപം എന്നിവിടങ്ങളിലാണ് ചൊവ്വാഴ്ച വലിയ തീപിടുത്തങ്ങളുണ്ടായത്. ഇവിടെയെല്ലാം പുല്ലിന് തീപിടിച്ചത് വേഗത്തിൽ പടരുകയായിരുന്നു. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാത പള്ളിയിൽ ഡിവൈൻ പോട്ട ടീമിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിശ്വാസഭാഷ കൺവെൻഷനിൽ റെവറന്റ് ഫാദർ ജോസഫ് ഇടാട്ട് വചനപ്രഘോഷണം നടത്തി. ജീൻസ് പാന്റ്, ജീൻസിന്റെ പ്രത്യേകത വർഷങ്ങളോളം നമുക്ക് അലക്കണ്ട, അങ്ങനെയുള്ളൊരു ജീൻസും ധരിച്ച് അവിടെ ഇവിടെയൊക്കെ ഒരു തുള വെച്ച് എയർ പാസിങ്ങിന് വേണ്ടി, എന്നിട്ട് ഇവന്മാര് 3 എണ്ണം വന്നിങ്ങനെ നിൽക്കുക. ഇവരെ ആരോ നിർബന്ധിച്ച് ധ്യാനത്തിന് കൊണ്ടുവന്നതാണ്. പള്ളിയിൽ പ്രാർത്ഥനയില്ല, പള്ളിപ്പോക്കില്ല, കുർബാനയില്ല, അങ്ങനെയുള്ള യാതൊരു നല്ല കാര്യങ്ങളും ഇല്ല. ഉള്ളിൽ ദൈവസ്നേഹമില്ലെങ്കിൽ, ദൈവത്തെക്കുറിച്ചൊരു ബോധ്യമില്ലെങ്കിൽ, ദൈവമായിട്ടുള്ള അഭേദ്യമായ ബന്ധമില്ലെങ്കിൽ ഇതുപോലെയുള്ള സുഖങ്ങളുടെ പുറകെ നമ്മളൊക്കെ പോകും, നമ്മുടെ കുട്ടികളും പോകും. അഭിവന്ദി പിതാവ് നമ്മോട് പറഞ്ഞു, അനുതാപത്തിലേക്ക് പോകേണ്ട ദിവസങ്ങളാണ് ഇന്ന്. നമ്മുടെ അനുതാപത്തിന്റെ കാലഘട്ടം ആരംഭിക്കുക, അനുദപിക്കാനുള്ള സമയം, അനുദപിക്കുക, ദൈവരാജ്യത്തിൽ വിശ്വസിക്കുക എന്ന് ദൈവം പറയുന്ന സമയമാണിത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. KSU ജില്ലാ പ്രസിഡന്റ് നിയാസ് കുരപ്പിള്ളിക്ക് SFI പ്രവർത്തകരുടെ മർദ്ദനം. വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയ പ്രതികളുമായി KSU പ്രവർത്തകർ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ ഏറ്റുമുട്ടി. തൊടുപുഴ നഗരസഭയുടെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് ഫെബ്രുവരി 22-ന് തുടക്കം കുറിക്കും. ആഘോഷ സമ്മേളനം മന്ത്രി മഞ്ഞളം കുഴിയാലി ഉദ്ഘാടനം ചെയ്യും. ജീവിതശൈലി രോഗ നിയന്ത്രണം, പുകയില വിമുക്ത സ്കൂൾ എന്ന വിഷയത്തിൽ കരിമണ്ണൂരിൽ ബ്ലോക്ക് തല സെമിനാർ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ജോളി ഉദ്ഘാടനം നിർവഹിച്ചു. വെങ്ങല്ലൂർ കോലാനി ജംഗ്ഷനുകളിലും വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസ് മണക്കാട് റോഡുമായി ചേർന്ന ജംഗ്ഷനിലും ട്രാഫിക് സംവിധാനം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് DYFI പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. വേനൽ കത്തിക്കാളുമ്പോൾ തൊടുപുഴയുടെ വിവിധ പ്രദേശങ്ങളിൽ തീപിടുത്തം. എല്ലാ സ്ഥലങ്ങളിലും അഗ്നിശമന സേന വിഭാഗവും നാട്ടുകാരും ചേർന്ന് തീയണച്ചു.
തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാന മതപ്പള്ളിയിൽ ഡിവൈൻ പോട്ട ടീമിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിശ്വാസ വർഷ കൺവെൻഷനിൽ റവറന്റ് ഫാദർ ജോസഫ് എടാട്ട് വചന പ്രഘോഷണം നടത്തി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.